ഈ പറഞ്ഞതുപോലെ തന്നെ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരാവാനുള്ള പോരാട്ടം അങ്ങ് മുറുകുകയാണ്. ഇനി 2 ദിവസത്തെ മത്സരങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നും നാളെയാണ് ആവേശകരമായ 100 മീറ്റർ റിലേ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുക. അതിനു മുമ്പ് ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ, ആർക്കെങ്കിലും വ്യക്തമായി ലീഡ് എടുക്കാൻ സാധിക്കുമോ, അതോ ക്ലൈമാക്സ് അവസാന ദിവസത്തിലാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെയാണ് സംശയം. ഇന്ന് ഫൈനലുകളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ട്. 6 ഫൈനലുകൾ മാത്രമാണ് ഉള്ളത്. അതിലെ 2 ഫൈനലുകൾ തുടക്കമായി കഴിഞ്ഞു. ഇത് ജൂനിയർ പെൺകുട്ടികളുടെ ഹൈ ജമ്പ് മത്സരമാണ് പുരോഗമിക്കുന്നത്. ഇതിൽ മലപ്പുറത്തിന്റെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. അവർ ഈ ഇവന്റിൽ തന്നെ ഒന്നാമതെത്തി പോയിന്റ് പട്ടികയിൽ പാലക്കാടിനെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ്. ഈ വെറും 7 പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമാണ് പാലക്കാടും ഒപ്പം തന്നെ മലപ്പുറവും തമ്മിലുള്ളത്. നാളെ തന്നെ അവരെ മറികടന്ന് തങ്ങളുടെ കൈവശമുള്ള ഇല്ലെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരെന്ന ആ പട്ടം അത് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ഉള്ളത്. അപ്പോൾ ഇന്ന് തന്നെ മറികടന്ന് നാളെ വ്യക്തമായ ലീഡിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ഉള്ളത്. സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 3 തവണയും ജേതാക്കളായിട്ടുള്ള ഐഡിയൽ കടകശ്ശേരി 4ാം തവണയും ചാമ്പ്യന്മാരാവാനുള്ള പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അവർക്കിനി ഇപ്പോൾ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. 2ാം സ്ഥാനത്തുള്ള സ്കൂളുമായി വലിയ ഡിഫറൻസ് വന്നു കഴിഞ്ഞു. ഗെയിംസ് ഇനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇനി തിരിഞ്ഞു നോക്കേണ്ട തിരുവനന്തപുരം ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു. ഓവറോളിന്റെ കാര്യത്തിലും തിരുവനന്തപുരത്തെ വെല്ലാൻ ആളില്ല എന്നുള്ളത് തന്നെയാണ്. 1600 പോയിന്റും കടന്ന് കുതിക്കുകയാണ് തിരുവനന്തപുരം. ഇനി ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ശ്രമിച്ചാലും തിരുവനന്തപുരത്തിന്റെ ആ ചാമ്പ്യൻ പട്ടം അത് പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. ഇന്ന് പിന്നെ ഒരു കൗതുകമുള്ളത് മാസ്റ്റേഴ്സ് വിഭാഗത്തിലെ മത്സരങ്ങളാണ്. അതായത് ടീച്ചേഴ്സ്, കായികാധ്യാപകരും ഒക്കെയുള്ള അവരുടെ മത്സരങ്ങളുണ്ട്. അത് ഇതിനകത്ത് കൂട്ടില്ല, പോയിന്റിൽ കൂട്ടില്ല. പക്ഷേ അവർക്കും അവരുടെ പഴയകാല ഓർമ്മകൾ ഒക്കെ തന്നെ അയവിറക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടി ഒരുക്കുകയാണ് സ്കൂൾ കായികമേളയിൽ. നേരത്തെ നമ്മൾ ഇൻക്ലൂസീവ് വിഭാഗത്തിലെ മത്സരങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ അധ്യാപകർക്കും മത്സരിക്കാൻ അവരുടേതായ പഴയകാല പ്രകടനങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു ഇടം ഒരുക്കിക്കൊടുക്കുന്നുണ്ട് കേരള സ്കൂൾ കായികമേള വേദി.